Good morning, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലെ നാലാമത്തെ മൊഡ്യൂളാണ്. സോ തേർഡ് മൊഡ്യൂൾ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ വി ആർ സ്റ്റാർട്ടിങ് മൊഡ്യൂൾ നമ്പർ 4. മൊഡ്യൂൾ നമ്പർ 4 സ്റ്റാർട്ടിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് മോസ് കപ്പാസിറ്റർ ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്റ്റും അതിന്റെ ഡീറ്റെയിൽസും വരായിരുന്നു. സോ അതുപോലെ അടുത്തൊരു സ്ട്രക്ചറാണ് മോസ്ഫെറ്റ്. സോ മോസ്ഫെറ്റിന്റെ ബേസിക് എന്ന് പറയുന്നത് മോസ് കപ്പാസിറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോസ് കപ്പാസിറ്റർ സ്റ്റാൻഡ്സ് ഫോർ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ കപ്പാസിറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് SSD ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് മോസ് കപ്പാസിറ്റർ, അതിന്റെ സ്ട്രക്ചർ എന്താണ്? സോ ആ പേരിൽ തന്നെ ഉണ്ട് മോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫോർമേഷൻ ആണ്. അപ്പൊ മെറ്റൽ കാണും, ദെൻ സെക്കൻഡ് ലെയർ ഓക്സൈഡ് ആയിരിക്കും, തേർഡ് ലെയർ സെമി കണ്ടക്ടർ ആയിരിക്കും. സോ ഇതാണ് മോസിന്റെ സ്ട്രക്ചർ. അതിനകത്ത് ഒരു ലെയർ മെറ്റൽ ആയിരിക്കും, ദാറ്റ് മെറ്റൽ കോമൺലി യൂസ്ഡ് അലൂമിനിയം ആയിരിക്കും. ദെൻ ഒരു ഓക്സൈഡ് കാണും, ആ ഓക്സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കൺ ഡൈ ഓക്സൈഡ് SiO2 സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്ന ഓക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ആയിരിക്കും. അവിടെ N ടൈപ്പോ P ടൈപ്പോ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ P ടൈപ്പ് വെച്ചാണ് നമ്മൾ അങ്ങോട്ട് വർക്കിംഗ് എല്ലാം പറയുന്നത്. സോ N or P യൂസ് ചെയ്യാം. ഹിയർ വി ആർ യൂസിങ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ഇറ്റ്സ് കോമൺലി യൂസ്ഡ്. ദെൻ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നതാണ് TOX എന്ന് മാർക്ക് ചെയ്തത്, തിക്നെസ് ഓഫ് ഓക്സൈഡ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സെമി കണ്ടക്ടറിന്റെ പാർട്ടായിരിക്കും കൂടുതൽ, ഓക്സൈഡിന്റെ പാർട്ട് അതിനേക്കാൾ കുറവായിരിക്കും, മെറ്റലിന്റെ പാർട്ട് അതിലും കുറവായിരിക്കും. ദെൻ എന്താണ് മോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്? മോസ് കപ്പാസിറ്റർ എന്ന് പറയാൻ കാരണം നമ്മൾ കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റ് പറയുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻസുലേറ്റർ വരുമ്പോൾ ഇപ്പൊ ഇത് ഒരു കണ്ടക്ടിങ് ഏരിയ ആയിരിക്കും, ഇതൊരു കണ്ടക്ടിങ് ഏരിയ ആയിരിക്കും. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനിടയ്ക്ക് ഒരു ഇൻസുലേഷൻ പാർട്ട് അല്ലെങ്കിൽ ഇൻസുലേറ്റർ വരുമ്പോഴാണ് ദാറ്റ് വിൽ ആക്ട് ലൈക്ക് എ കപ്പാസിറ്റർ. ആ സെയിം ഫോർമേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇതൊരു കണ്ടക്ടിങ് ഏരിയ ആണ്. മെറ്റൽ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടിങ് ഏരിയ ആണ്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർ ആസ് എ കണ്ടക്ടിങ് ഏരിയ. പാർഷ്യലി ആണോ ഫുള്ളി ആണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്ക് കണ്ടക്ടിങ് ഏരിയ. അപ്പൊ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഓക്സൈഡ് ലെയർ ആണ് ഇതിനിടയ്ക്ക് വരുന്നത്. അപ്പൊ ഇത് ആക്ച്വലി എന്തിന് ഇക്വലന്റ് ആണ്? ഒരു കപ്പാസിറ്റി ലെയറിന് ഇക്വലന്റ് ആണ്. അതായത് ഇവിടെ ഒരു കണ്ടക്ടിങ് ഏരിയ, ഇതൊരു കണ്ടക്ടിങ് ഏരിയ, അതിന് അക്രോസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ. സോ ദിസ് വിൽ ആക്ട് ലൈക്ക് എ കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിന് പറയുന്ന പേരാണ് COX, ഓക്സൈഡ് കപ്പാസിറ്റർ എന്ന് പറയും. കാരണം ഓക്സൈഡ് തിക്നെസ്, അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ COX ആയിരിക്കും. അത് ഡയറക്ട്ലി നമുക്ക് അതിനുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതാം, എപ്സിലോൺ OX divided by TOX, where epsilon OX is the permittivity of oxide. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓക്സൈഡിന്റെ പെർമിറ്റിവിറ്റി ആണ് TOX എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, തിക്നെസ് ഓഫ് ഓക്സൈഡ്. അപ്പൊ ഈ രണ്ട് വാല്യൂ അറിയാമെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാം. അപ്പം ഐഡിയൽ കേസിൽ നമ്മൾ പറഞ്ഞ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ്. അതിന്റെ കേസിൽ മെറ്റൽ കാണും, ഓക്സൈഡ് അലൂമിനിയം, സിലിക്കൺ ഡൈ ഓക്സൈഡ്, ദെൻ P ടൈപ്പ് സെമി കണ്ടക്ടർ. അതിനിടയ്ക്ക് അതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് മെറ്റലും ദെൻ സെമി കണ്ടക്ടറും ചേർന്ന് രണ്ട് കണ്ടക്ടിങ് ഏരിയയും ഓക്സൈഡ് എന്ന് പറയുന്നത് അതിനിടയ്ക്കുള്ള സെപ്പറേറ്റിംഗ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യും. സോ ദിസ് വിൽ ആക്ട് ലൈക്ക് എ കപ്പാസിറ്റർ. സോ അതിനാണ് COX എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിനകത്ത് വർക്കിംഗും എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം, എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് എനർജി ലെവൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റൽസിന്റെ കോണ്ടാക്ടിനകത്ത് ഒരു ടേം പറഞ്ഞിരുന്നു, വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വർക്ക് ഫംഗ്ഷൻ ഇസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ φm എന്ന് പറയുന്നത് അല്ലെങ്കിൽ φs എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത്. φm is the work function of metal and φs is the work function of semiconductor. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എനർജി ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം ലെവൽ ആൻഡ് ഫെർമി ലെവൽ. ഫെർമി ലെവലും വാക്വം ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസിലും വർക്ക് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഐഡിയൽ കേസിൽ എന്തായിരിക്കണം? വർക്ക് ഫംഗ്ഷൻ ഓഫ് that metal should be equal to the work function of semiconductor. അതാണ് ഐഡിയൽ കേസിൽ. അപ്പോൾ equilibrium കേസിൽ work function of semiconductor is to be equal to work function of metal. അതായത് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആയിരിക്കണം. അപ്പോൾ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഒരു തിക്നെസ്സിൽ നിങ്ങൾ ഓക്സൈഡ് ഏരിയ, അതായത് ഇതിനിടയ്ക്കുള്ള സെപ്പറേറ്റിംഗ് ഏരിയ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. ഒരു വിത്തില് ഓക്സൈഡ് ഡെപ്ലീഷൻ റീജിയൻ വരയ്ക്കുന്ന പോലെ ഒരു വിത്തിൽ ഓക്സൈഡ് റീജിയൻ വരയ്ക്കുക. ദെൻ ഓക്സൈഡ് റീജിയന്റെ ലെഫ്റ്റില് മെറ്റല്, റൈറ്റ് സൈഡില് സെമി കണ്ടക്ടർ. അങ്ങനെയാണ് MOS ആവുന്നത്, MOS ആവുന്നത്. അപ്പൊ അതിനുശേഷം വരയ്ക്കേണ്ടത് എന്താ? ഒരു വാക്വം ലെവൽ മാർക്ക് ചെയ്യുക. ഇഷ്ടമുള്ള ഹൈറ്റിൽ ഡോട്ടഡ് ലൈൻ ഇട്ട് അതിന് വാക്വം ലെവൽ എന്ന് പേര് കൊടുക്കുക. ദെൻ
ഇഷ്ടമുള്ള മെറ്റലിന്റെ ഫെർമി ലെവൽ മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരച്ച് അത് ഷെയ്ഡ് ചെയ്ത് മെറ്റലിന്റെ ഫെർമി ലെവലാണ് ഇത് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യുക. ദെൻ ഇതിനിടയ്ക്കുള്ള ഈ ഡിഫറൻസിനാണ് പറയുന്നത് എന്തെന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്, എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം ലെവൽ ആൻഡ് ഫെർമി ലെവൽ. സോ അതാണ് Q5M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. ദെൻ Q കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താ, അതിനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, വർക്ക് ഫംഗ്ഷനെ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് Q കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ദെൻ ഐഡിയൽ കേസിൽ നമ്മൾ എനർജി ബാൻഡ് ആക്കുന്നത് എന്തായിരിക്കും, വർക്ക് ഫംഗ്ഷൻ ഓഫ് മെറ്റൽ ഷുഡ് ബി ഈക്വൽ ടു ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് സെമി കണ്ടക്ടർ. ഇത് സെയിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഫെർമി ലെവലിന്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കണം ഇപ്പുറവും ഫെർമി ലെവൽ വേണം. അപ്പൊ അടുത്ത വരയ്ക്കേണ്ട എന്താണ്, ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, അതിന് ഫെർമി ലെവൽ എന്ന് പേര് കൊടുക്കുക. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന P ആയതുകൊണ്ട് നമ്മൾ എന്ത് പേര് കൊടുത്തു, EFP എന്ന് പേര് കൊടുത്തു. അപ്പൊ ഫെർമി ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരയ്ക്കാമല്ലോ. പിയുടെ കേസിൽ ഫെർമി ലെവൽ എവിടെ, ഇൻട്രിൻസിക്കിന്റെ വാലൻസ് ബാൻഡ് നടുക്കുക, അല്ലെങ്കിൽ ഇൻട്രിൻസിക്കിന്റെ വാലൻസ് ബാൻഡ് മേടക്കുക. അപ്പം മുകളിൽ ഒരു ഇൻട്രിൻസിക് ലെവൽ വരയ്ക്കുക, EIP എന്ന് മാർക്ക് ചെയ്യുക. താഴെ ഒരു വാലൻസ് ബാൻഡ് വരയ്ക്കുക, EVP എന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഈ ഡിസ്റ്റൻസ്, അതായത് ഇൻട്രിൻസിക്കും ബാലൻസ് ബാൻഡും ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് മുകളിലോട്ട് എടുത്ത്, കാരണം ഇൻട്രിൻസിക് ലെയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ നടുക്കാണ് വരുന്നത്, കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും നടുക്കാണ് ഇൻട്രിൻസിക് ലെവൽ. അപ്പൊ ഈ ഡിസ്റ്റൻസ് മുകളിലോട്ട് എടുത്ത് വരച്ചാൽ ഇവിടെ എന്ത് കിട്ടും, കണ്ടക്ഷൻ ബാൻഡ് കിട്ടും. ECP എന്ന് മാർക്ക് ചെയ്യുക. P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P സൈഡ് എന്നാണ്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ഏതായിരിക്കും, ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം ലെവൽ ആൻഡ് ഫെർമി ലെവൽ. അപ്പൊ ഐഡിയൽ കേസിൽ Q5M ഈസ് ഈക്വൽ ടു Q5SC ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ 5M ഈസ് ഈക്വൽ ടു 5SC ആയിരിക്കും അല്ലേ. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാം, വർക്ക് ഫംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ എന്ന് നമുക്ക് പറയാം ഐഡിയൽ കേസിൽ. ദെൻ രണ്ടാമത്തെ കേസ് എന്താ, നമുക്ക് അപ്പോൾ ഐഡിയൽ കേസിൽ വർക്ക് ഫംഗ്ഷൻ സെയിം ആണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ സെയിം ആയത് വെച്ചാണ് നമ്മൾ ഫെർമി ലെവൽ 2 മാർക്ക് ചെയ്യും. ദെൻ അതിന് ശേഷമാണ് ബാക്കിയെല്ലാം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഐഡിയൽ കേസിൽ. ഇനി അതിൻ്റെ വർക്കിങ്ങിലോട്ട് വരാം. വർക്കിങ്ങിൽ നമ്മൾ പറയുമ്പോൾ മെയിനായിട്ടും 3 റീജിയനിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് നമുക്ക് പറയാം. അത് 3 റീജിയൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ, വർക്കിംഗ് ഓഫ് മോസ് കപ്പാസിറ്ററിനകത്ത് വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ, സെക്കൻഡ് വൺ ഈസ് ഡെപ്ലീഷൻ, തേർഡ് വൺ ഈസ് ഇൻവേർഷൻ. പിന്നെ ഇൻവേർഷൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് സ്ട്രോങ് ഇൻവേർഷൻ കൂടെ പറയാറുണ്ട്, പക്ഷേ അത് ഇൻവേർഷൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ വർക്കിംഗ് റീജിയൻ 3 എണ്ണേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ, സെക്കൻഡ് വൺ ഈസ് ഡെപ്ലീഷൻ, തേർഡ് വൺ ഈസ് ഇൻവേർഷൻ, ആൻഡ് ഫോർത്ത് വൺ വേണമെങ്കിൽ പറയാം സ്ട്രോങ് ഇൻവേർഷൻ. അപ്പോൾ ഇത് 4 വേണ്ട, നമുക്ക് അക്യുമുലേഷൻ, ഡെപ്ലീഷൻ, ഇൻവേർഷൻ പറയാം. അപ്പം സ്ട്രോങ് ഇൻവേർഷൻ അതിൻ്റെ തന്നെ ഒരു കാറ്റഗറിയാണ്. അപ്പം അക്യുമുലേഷൻ, ഡെപ്ലീഷൻ, ഇൻവേർഷൻ അങ്ങനെ 3 പേരിലാണ് ഇതിൻ്റെ വർക്കിംഗ് റീജിയൻ പറയുന്നത്. അപ്പോൾ ഈ 3 പേരിലാണ് അതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേഷൻ. അക്യുമുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ടെർമിനൽസിൻ്റെ കേസ് കൂടെ പറയാം. നമ്മൾ മോസ് കപ്പാസിറ്റർ കേസിൽ 2 ടെർമിനലാണുള്ളത്. ഒരു ഫസ്റ്റ് ടെർമിനൽ ഈസ് നോൺ ആസ് ഗേറ്റ്, സെക്കൻഡ് ടെർമിനൽ ഇറ്റ്സ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. അത് ഡീഫോൾട്ട് ആയിട്ട് ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ട, നമ്മൾ ഗേറ്റിലായിരിക്കും വോൾട്ടേജ് അപ്ലൈ. അപ്പോൾ ഗേറ്റ് വോൾട്ടേജ് വെച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ടെർമിനൽ, ഒരു ടെർമിനൽ ഗേറ്റ്, ഒരു ടെർമിനൽ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. അപ്പം ഈ അക്യുമുലേഷൻ പറയുന്നത് എന്തിനെ ബേസ് ചെയ്താന്നുള്ള, അക്യുമുലേഷൻ പറയുന്നത് നമ്മൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ലെസ് ദാൻ 0 ആവുമ്പോഴാണ് അക്യുമുലേഷൻ വരുന്നത്. ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴാണ് ബാക്കി 2 കണ്ടീഷൻ. ഏതൊക്കെയാ, ഡെപ്ലീഷനും ഇൻവേർഷനും വരുന്നതെല്ലാം ഗ്രേറ്റർ ദാൻ 0ക്കാണ് അല്ലേ. VG ഈസ് ഗ്രേറ്റർ ദാൻ 0ക്കാണ് ഡെപ്ലീഷൻ വരുന്നത്, VG ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ 0ക്കാണ് ഇൻവേർഷൻ വരുന്നത്. അപ്പം അക്യുമുലേഷൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ അക്യുമുലേഷൻ വർക്കിംഗ് കണ്ടീഷനിൽ VG ഈസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ എ നെഗറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദി ഗേറ്റ് ടെർമിനൽ. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, മെറ്റൽ ആയതുകൊണ്ട് മെറ്റലിന്റെ സ്ട്രക്ചറിന്റെ കേസ് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്സൈഡ് വിൽ ആക്ട് ആസ് എ ഇൻസുലേറ്റർ. ദെൻ പിന്നെ പറയേണ്ടല്ലോ അതാ P ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് എന്ത് സംഭവിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിയിൽ വരുന്ന ഹോൾസിനെ എല്ലാം എന്ത് ചെയ്യും, ഇത് അട്രാക്ട് ചെയ്യും. എങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ടുവേർഡ്സ് ദിസ് എൻഡ്. ഇതിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇത് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും, ഹോൾസ് എല്ലാം വന്ന് എവിടെ ഇരിക്കും, ഹോൾസിനെ എല്ലാം ഇത് അട്രാക്ട് ചെയ്ത് ഹോൾസ് എല്ലാം ഇവിടെ വന്ന് അറേഞ്ച് ആവും. ദിസ് അറേഞ്ച്മെന്റ് ഈസ് നോൺ ആസ് അക്യുമുലേഷൻ. അതായത് ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പിയിൽ വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസിനെ എല്ലാം ഈ നെഗറ്റീവ് വോൾട്ടേജ് അട്രാക്ട് ചെയ്ത് ദാറ്റ് ഹോൾസ് വിൽ അക്യുമുലേറ്റ് ഇൻ ദി ബൗണ്ടറി ഓഫ് ഓക്സൈഡ് ആൻഡ് സെമി കണ്ടക്ടർ. ഈ ബൗണ്ടറിയിൽ ഇതിനെ അറേഞ്ച് ആവും. സോ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ്
അക്യുമുലേഷൻ, അല്ലെങ്കിൽ അക്യുമുലേറ്റ് നിയർ ദി ബൗണ്ടറി എന്നാണ് നമ്മൾ പറയുന്നത്. അക്യുമുലേറ്റ് ആവും, അല്ലെങ്കിൽ അതിനെല്ലാം അറേഞ്ച് ചെയ്യും. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് അക്യുമുലേഷൻ വയർ ഹിയർ വി ജി ഈസ് ലെസ് ദാൻ 0. അപ്പോൾ അതിനനുസരിച്ച് എനർജി ബാൻഡ് ഡയഗ്രത്തിനകത്ത് ഒരു മാറ്റം വരും. നമ്മൾ ഐഡിയലി ഉള്ള എനർജി ബാൻഡ് ഡയഗ്രം ഇങ്ങനെയാണ്. അപ്പം നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഒരു മാറ്റവും ഇല്ല. ഈ സൈഡിലെ എനർജി ബാൻഡ് ഡയഗ്രം പഴയത് തന്നെ, ഇപ്പർ സൈഡിലാണ് മാറ്റം വരുന്നത്. ഇപ്പർ സൈഡിൽ മാറ്റം വരുന്നത് ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓക്സൈഡിനകത്ത് നമ്മളൊരു നെഗറ്റീവ് സ്റ്റീപ്പ് കാണിക്കും. അതായത് നെഗറ്റീവ് സൈഡിലോട്ടൊരു സ്റ്റീപ്പ് കാണിക്കും. ദാറ്റ് ഇൻഡിക്കേറ്റ് ദി നെഗറ്റീവ് വോൾട്ട്. അതായത് ഫുൾ നമ്മളൊരു നെഗറ്റീവ് സൈഡിലോട്ട് ഒരു ചരിവ് കൊടുത്തായിരിക്കും വരയ്ക്കുന്നത്. ദാറ്റ് ഇൻഡിക്കേറ്റ് ദി നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈഡ്. സോ ഓക്സൈഡിൽ നമ്മളൊരു നെഗറ്റീവ് കാണിക്കാൻ വേണ്ടി അതിനൊരു സ്റ്റീപ്പ് കൊടുത്ത് വരച്ചു. ഈ സൈഡിൽ ഒന്നുമില്ല, ഇവിടെ ഒരു വർക്ക് ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മാറ്റം വരത്തില്ല. ഇതെന്ന് പറയുന്നത് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വാക്വം ലെവൽ ആൻഡ് ഫെർമി ലെവൽ, ദാറ്റ് ഈസ് Q5M. സോ അതിനൊരു മാറ്റമില്ല. റൈറ്റ് സൈഡിലാണ് മാറ്റം സംഭവിക്കുന്നത്. റൈറ്റ് സൈഡ് ഒന്ന് ഓക്സൈഡിൽ നമ്മളൊരു ചേഞ്ച് കൊടുത്തു. റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന നെഗറ്റീവ് വോൾട്ടേജ് ആണ്. സോ ആ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മെറ്റൽ സെമികണ്ടക്ടർ കോൺടാക്റ്റിനകത്ത് നമ്മൾ വരച്ചതുപോലെ നെഗറ്റീവ് സൈഡിലോട്ട് നമ്മൾ ഇനിഷ്യലി ഇരുന്നത് ഇവിടെ ആയിരുന്നു, ഇൻട്രിൻസിക് ലെവൽ ഇവിടെ ആയിരുന്നു, കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ ആയിരുന്നു. അതായത് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഏതൊക്കെയാ? അതാണ്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം. ഫെർമി ലെവൽ ഇവിടെ ആയിരുന്നു, ഇൻട്രിൻസിക് ലെവൽ ഇവിടെ ആയിരുന്നു, കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ ആയിരുന്നു, വാലൻസ് ബാൻഡ് ഇവിടെ ആയിരുന്നു. ആ പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്യുക. അതാണ്ട് ഇവിടെ എല്ലാം ഈ പോയിന്റ്സ് മാത്രം ഈ ഫിഗർ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിന്നും ഒരു നെഗറ്റീവ് ബെൻഡിങ്ങിലോട്ട് വരയ്ക്കാണ്ടോ. ഇത് നെഗറ്റീവ് ബെൻഡിങ്, ഇവിടെ ഇൻട്രിൻസിക് ലെവലും നെഗറ്റീവ് ബെൻഡിങ്, ഇവിടെ ഫെർമി ലെവലും നെഗറ്റീവ് ബെൻഡിങ്, ബാലൻസ് ബാൻഡ് നെഗറ്റീവ് ബെൻഡിങ്. അതായത് നമ്മൾ ആദ്യമേ ചെയ്യുന്ന എന്താ, ഒരു ഓക്സൈഡ് ലെയർ വരയ്ക്കുക, അത് നെഗറ്റീവ് സൈഡിലോട്ട് ചരിച്ച് വരയ്ക്കുക, റൈറ്റ് സൈഡിൽ ഒരു മാറ്റവും ഇല്ല, അതേപോലെ വരയ്ക്കുക. പിന്നെന്താ, പഴയ പോയിന്റ്സ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്യുക. ഇൻട്രിൻസിക് ലെവല്, ഫെർമി ലെവല്, കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് എല്ലാം പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്യും. ഇതിലെ നേർക്ക് വരുന്നത് എന്തായിരുന്നു, ഫെർമി ലെവല്, ഇത് ഇൻട്രിൻസിക് ലെവല്, ഇത് കണ്ടക്ഷൻ ബാൻഡ്, താഴെ വാലൻസ് ബാൻഡ്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നെഗറ്റീവ് സൈഡിലോട്ട് ബെൻഡിങ് മാത്രം വരയ്ക്കുക. ആ സൈഡിലോട്ട് നെഗറ്റീവ് ബെൻഡിങ്, അതായത് ദാറ്റ് ഇൻഡിക്കേറ്റ് നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈഡ്, അത് മാത്രം വരയ്ക്കുക. അതായിരിക്കും അക്യുമുലേഷൻ വരുന്നത്. എന്നിട്ട് അക്യുമുലേഷൻ ഓഫ് ഹോൾസ് കാണിക്കാൻ വേണ്ടി, ഇത് കാണിക്കാൻ നിർബന്ധമില്ല, അക്യുമുലേഷൻ ഓഫ് ഹോൾസ് നമുക്ക് എനർജി ബാൻഡ് ആയി തന്നെ കാണിക്കാം. ഹോൾസ് ആയതുകൊണ്ട് എനർജി കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ എവിടെ വരയ്ക്കും, വാലൻസ് ബാൻഡിൽ കുറെ ഹോൾസ് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാം. അവിടെ കുറെ ബബിൾസ് പോലെ വരച്ച് അതാണ് അക്യുമുലേഷൻ ഓഫ് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ്സ് കിട്ടി. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റും ഒന്ന് എൻഡിങ് പോയിന്റും. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റും കണ്ടക്ഷൻ ബാൻഡാണ്, എൻഡിങ് പോയിന്റും കണ്ടക്ഷൻ ബാൻഡാണ്. അപ്പൊ നമ്മൾ ഇതിനൊരു പേര് മാറ്റി കൊടുത്തു. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ്സിനെ സർഫസ് എന്നും എൻഡിങ് പോയിന്റിനെ ബൾക്ക് എന്ന് പറയും. നമുക്കത് പിന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ECS എന്ന് പറയുന്നത്. ഇതാണ് സർഫസിൽ വരുന്ന പോയിന്റ് ECS, സർഫസിൽ വരുന്ന പോയിന്റ് EIS, സർഫസിൽ വരുന്ന പോയിന്റ് EFS, സർഫസിൽ വരുന്ന പോയിന്റ് EVS. വാലൻസ് ബാൻഡും ഫെർമി ലെവലും ഇൻട്രിൻസിക് ലെവലും എല്ലാം സർഫസിൽ വരുന്ന പോയിന്റ് ആണ് ECS എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എല്ലാം. അപ്പൊ നെഗറ്റീവ് വോൾട്ടേജ് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് സൈഡിലോട്ട് ബെൻഡിങ് ആയി. പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത എനർജി ബാൻഡ് ആയത് വ്യത്യാസം എന്താ, ഈ പോയിന്റ്സ് എല്ലാം സെയിം തന്നെ. അതായത് നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം സെയിം തന്നെ. ഇവിടെ നിന്ന് മുകളിലോട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരച്ചാൽ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എനർജി ബാൻഡ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. അതാണ് അടുത്ത പോയിന്റ്സിൽ നമ്മൾ വരയ്ക്കുന്നത്. ഡെപ്ലീഷൻ വെച്ചാൽ രണ്ടാമത്തെ വർക്കിംഗ് ഏരിയ ആയിരുന്നു. ഡെപ്ലീഷൻ ഹിയർ ദി അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ, ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓൾറെഡി ഇവിടെ നേരത്തെ കുറച്ച് അക്യുമുലേഷൻ ഓഫ് ഹോൾസ് ഉണ്ടായിരുന്നു. അക്യുമുലേഷൻ പ്രോസസ്സിൽ വെച്ച് ഇവിടെ കുറെ അക്യുമുലേഷൻ ഓഫ് ഹോൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ കൂടെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പം ഇവിടെയുള്ള ഹോൾസിനെ റിപ്പൽ ചെയ്യും. പക്ഷേ ഈ കുറച്ച് ഹോൾസും ഈ വരുന്ന ഇലക്ട്രോൺസൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്ത് ഇലക്ട്രോണും ഹോളും ഇല്ലാതാവും. അങ്ങനെ കുറെ ഏരിയയിൽ എന്ത് കാണത്തില്ല, ഇലക്ട്രോൺസോ ഹോൾസോ ഒന്നും കാണത്തില്ല. ഇലക്ട്രോൺസും ഹോൾസും ഒന്നും ഇല്ലാത്ത ഏരിയ നമുക്ക് എന്തെന്ന് അറിയപ്പെടും, ഡെപ്ലീഷൻ റീജിയൻ എന്നറിയപ്പെടും. നമ്മൾ സാധാരണ PN ജംഗ്ഷൻ ഡയോഡിനകത്ത് പറഞ്ഞതുപോലെ ഇതൊരു ഡെപ്ലീഷൻ റീജിയൻ ആക്ട് ചെയ്യും. ഡെപ്ലീഷൻ റീജിയൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള Pയിൽ വരുന്ന ഇലക്ട്രോൺസിനെ അത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ആ അട്രാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ നടക്കും. ആ ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ കാരണം there will be an area, അവിടെ ഒരു ഏരിയ ഉണ്ടാകും. ആ ഏരിയയിൽ
എന്ത് കാണത്തില്ല, ഇലക്ട്രോൺസും ഹോൾസും കാണത്തില്ല. ആ ഇലക്ട്രോൺസും ഹോൾസും ഇല്ലാത്ത ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും? ഡെപ്ലീഷൻ റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യും. ആ ഡെപ്ലീഷൻ റീജിയൻ ആണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിനകത്ത് പറഞ്ഞ ഡെപ്ലീഷൻ റീജിയൻ തന്നെ ഇവിടെയും ഫോം ചെയ്യും. അപ്പൊ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രം പറയുമ്പോൾ നമ്മൾ ഇവിടെ പോസിറ്റീവ് ആദ്യമേ എന്താ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓക്സൈഡ് തിക്നെസ്സിനകത്ത് നമ്മൾ കാണിക്കുന്ന സ്റ്റീപ്പ് അല്ലെങ്കിൽ ചരിവ് മുകളിലോട്ടായിരിക്കണം. ഇതിന്റെ ചരിവ് മുകളിലോട്ടാക്കി നമ്മളൊരു ഓക്സൈഡ് വരച്ചു. പിന്നെന്താ, ഇവിടെ ഒരു ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി മാർക്കേണ്ടത് എന്താ? ഈ ഡെപ്ലീഷൻ റീജിയൻ. അപ്പൊ ആ ഡെപ്ലീഷൻ റീജിയൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഡോട്ടർ ലൈൻ ഇട്ടേക്കുന്നത്. ഈ ഇതാണ് ഡെപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഡെപ്ലീഷൻ റീജിയന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ W. മറ്റൊരു ഡെപ്ലീഷൻ റീജിയൻ ഇല്ല, അതുകൊണ്ട് ആ തിക്നെസ് അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും ഡ്യൂ ടു ഇലക്ട്രോൺ ഹോൾ പെയർ ഫോർമേഷൻ. എന്നിട്ട് ബാക്കി വരയ്ക്കേണ്ടതെല്ലാം പഴയ പോലെ തന്നെ, പഴയ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക. അതിൽ നിന്നും മുകളിലോട്ട് ബെൻഡ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡ്, മുകളിലോട്ട് ബെൻഡ് ചെയ്ത് ഇൻട്രിൻസിക് ലെവൽ, മുകളിലോട്ട് ബെൻഡ് ചെയ്ത് വാലൻസ് ബാൻഡ്, മുകളിലോട്ട് ബെൻഡ് ചെയ്ത് ഫെർമി ലെവൽ, എല്ലാം മുകളിലോട്ട് ബെൻഡ് ചെയ്ത് വരയ്ക്കുക. ബിക്കോസ് ദർ ഈസ് എ പോസിറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദി ഗേറ്റ് ടെർമിനൽ. അപ്പം നമ്മൾ സാധാരണ കപ്പാസിറ്റൻസ് പറഞ്ഞായിരുന്നു. COX എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം മെറ്റലിന്റെ സെമി കണ്ടക്ടറിന്റെ ഇടയ്ക്ക് ഓക്സൈഡ് വരുന്ന കാരണം ആ ഓക്സൈഡ് വെച്ചുണ്ടാകുന്ന കപ്പാസിറ്റൻസ് ആണ് COX. ഇവിടെ പുതിയൊരു ലെയർ കൂടെ ഫോം ചെയ്തു. എന്താണ്? ഡെപ്ലീഷൻ റീജിയൻ. ഡെപ്ലീഷൻ റീജിയനും ഇൻസുലേറ്റർ ആണല്ലോ. കാരണം എന്താ? ഡെപ്ലീഷൻ റീജിയനിലും എന്തില്ല? ഇലക്ട്രോണും ഇല്ല, ഹോളും ഇല്ല. അപ്പൊ ഈ ഡെപ്ലീഷൻ റീജിയൻ കാരണവും പുതിയൊരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യും. ആ കപ്പാസിറ്റൻസ് പറയുന്ന പേരാണ് ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ്. ദാറ്റ് ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ് ഈസ് മാർക്ക്ഡ് ബൈ യൂസിങ് CD. അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് കപ്പാസിറ്റൻസ് ആയി. ഒന്ന് ഐഡിയൽ കേസിലുണ്ട് ഓക്സൈഡ് ലെയറിന്റെ കാരണം ഐഡിയൽ കേസിലുണ്ടാകുന്ന ഓക്സൈഡ് കപ്പാസിറ്റൻസ് COX, ഡെപ്ലീഷൻ ലെയറിന്റെ ഫോർമേഷൻ കാരണം ഡെപ്ലീഷൻ വർക്കിംഗ് റീജിയൻ അല്ലെങ്കിൽ ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്ന കപ്പാസിറ്റൻസ് എന്താ? CD. അപ്പൊ രണ്ട് കപ്പാസിറ്റൻസ് ആയി, COX-ഉം CD-യും. ഈ രണ്ട് കപ്പാസിറ്റൻസ് എന്താണ്? സീരീസ് ആയിട്ടാണ്. സീരീസ് ആയിട്ട് വരുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റർ ആണെങ്കിൽ രണ്ട് റെസിസ്റ്ററും കൂടെ ആഡ് ചെയ്താൽ, കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യണം. അതായത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? 1/C is equal to 1/COX പ്ലസ് കപ്പാസിറ്റൻസ് സീരീസ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്? 1/CD, വേർ COX is the oxide capacitance in ideal case, CD is the depletion capacitance in depletion region. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് C എന്ന് പറയുന്നത് എന്തായിരിക്കും? COX ഇൻറ്റു CD പ്ലസ് COX പ്ലസ് CD. ഇതാണ് ഡെപ്ലീഷൻ കേസിൽ വരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഡെപ്ലീഷനിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മുകൾ സൈഡിലോട്ട് ബെൻഡ് ആകും. അഡീഷണൽ ആയിട്ട് അവിടെ ഒരു ഡെപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അപ്പോൾ ഇൻവേർഷൻ റീജിയൻ എന്തായിരിക്കും? ഡെപ്ലീഷൻ റീജിയൻ പോലെ തന്നെയാണ് ഇൻവേർഷൻ റീജിയൻ. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആണ് രണ്ട് കേസിലും. ഡെപ്ലീഷൻ റീജിയനിൽ അതൊരു സ്മോൾ പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ അതൊരു ലാർജ് പോസിറ്റീവ് വോൾട്ടേജ്, കുറച്ച് വലിയ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നേ ഉള്ളൂ. വലിയ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ആ ബെൻഡ് മുകളിലോട്ട് ഷിഫ്റ്റ് ആകും. ഇത് കുറച്ചും കൂടെ മുകളിലോട്ട് പോയി അതേപോലെ വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടും. W എന്ന് പറയുന്ന പാരാമീറ്റർ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫിഗർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ കുറച്ചും കൂടെ ഇൻക്രീസ് ആകും. ദ ഷിഫ്റ്റിംഗ് ഓഫ് ദിസ് ബാൻഡ് വിൽ ബി ഓൾസോ ഇൻക്രീസ്ഡ്. മുകളിലോട്ട് അതിന്റെ ഇൻക്രീസ് ആവും. ഇനി ഇതിന് ഇൻവേർഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഷിഫ്റ്റിംഗ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതാണ് പഴയ ഇൻട്രിൻസിക് ലെവല്, ഇതാണ് പഴയ ഫെർമി ലെവല്, ഇതാണ് പഴയ വാലൻസ് ബാൻഡ്, ഇതാണ് പഴയ കണ്ടക്ഷൻ ബാൻഡ്. ഈ പരിചയിക്കുന്നതാണ് പുതിയ കണ്ടക്ഷൻ ബാൻഡ്, പുതിയ ഇൻട്രിൻസിക് ലെവല്, ഫെർമി ലെവല്, വാലൻസ് ബാൻഡ്. നമ്മൾ മുകളിലോട്ട് ഷിഫ്റ്റ് ആയി ഒരു പോയിന്റ് വരുമ്പോൾ നോക്കെ പുതിയ ഫെർമി ലെവല് പഴയ ഇൻട്രിൻസിക് ലെവലിന്റെ മുകളിൽ വന്നു. കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? പുതിയ ഫെർമി ലെവല്. ഇതാണ് പഴയ ഇൻട്രിൻസിക് ലെവല്. അപ്പം സാധാരണ P ടൈപ്പ് ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. P ടൈപ്പിന്റെ കേസിൽ ഇൻട്രിൻസിക് ലെവൽ എവിടെ? ഇൻട്രിൻസിക് ലെവലും ഫെർമി ലെവലും എവിടെയൊക്കെയാ? മുകളിൽ ഇൻട്രിൻസിക് ലെവലും താഴെ ഫെർമി ലെവലുമാണ്. ഇവിടെ ഇൻട്രിൻസിക് ലെവലും അതിന് താഴെയാണ് ഫെർമി ലെവൽ. പക്ഷെ ഇവിടെ വന്നപ്പോ എന്ത് പറ്റി? പഴയ ഇൻട്രിൻസിക് ലെവലിനേക്കാളും മുകളിൽ വന്നു പുതിയ ഫെർമി ലെവൽ. അപ്പം ഫെർമി ലെവൽ മുകളിൽ വരച്ച് ഇൻട്രിൻസിക്കിന്റെ മുകളിലാണ് ഫെർമി വരയ്ക്കുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് സെമി കണ്ടക്ടറാ? N ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ Pയിൽ നമ്മൾ തുടങ്ങി ഇവിടെ വരുമ്പോൾ ഇൻവേർഷനിലോട്ട് വരുമ്പോൾ ഫെർമി ലെവൽ പഴയ ഇൻട്രിൻസിക്കിന്റെ മുകളിൽ പോകുന്നതുകൊണ്ട് ദിസ് വിൽ ആക്ട് ലൈക്ക് എ N ടൈപ്പ് സെമി കണ്ടക്ടർ, അതായത് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ തുടങ്ങിയത് Pയിലാണെങ്കിലും എൻഡ് ചെയ്യുന്ന Nയിലായിരിക്കും, അല്ലെ തുടങ്ങുന്ന Nയിലാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് Pയിലായിരിക്കും. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇനിഷ്യൽ ഫിഗർ വെച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇനിഷ്യൽ ഫിഗറിന്റെ കേസ് നോക്കിയാൽ
ഫെർമി ലെവല് ഇവിടെ ആയിരുന്നു, ഇൻട്രിൻസിക് ലെവൽ ഇവിടെ ആയിരുന്നു. പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇത് മുകളിലോട്ട് ബെൻഡ് ആകും. അടുത്തതിന് വീണ്ടും കൊടുക്കുമ്പോൾ ഇത് മുകളിലോട്ട് ബെൻഡായി ഏതിന് മുകളിൽ പോകും? ഇൻട്രിൻസിക് ലെവലിന് മുകളിൽ പോകും. അതായത് ഇതേപോലെ ഇവിടെ ആയിരുന്നു ഇനിഷ്യലി പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇത് മുകളിലോട്ട് ബെൻഡായി ഇങ്ങനെ നിൽക്കും. വീണ്ടും പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും മുകളിലോട്ട് ബെൻഡായി ഏതിന് മുകളിൽ പോകും? പഴയ ഇൻട്രിൻസിക് ലെവൽ ഇവിടെ ആയിരുന്നു, പഴയ ഇൻട്രിൻസിക് ലെവലിന്റെ മുകളിൽ പോകും. ഏത്? പുതിയ ഫെർമി ലെവൽ. അപ്പം ദാറ്റ് വിൽ ആക്ട് ലൈക്ക് എ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഇൻവേർഷൻ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇൻവേർഷൻ ഏരിയ is same as depletion region, only difference is new Fermi level position is above the old intrinsic level position, so that will act like a opposite semiconductor. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെൻഡിങ് മുകളിലോട്ട് തന്നെ വരയ്ക്കുക, ഡെപ്ലീഷൻ റീജിയന്റെ വിട്ട് കുറച്ച് കൂട്ടി വരയ്ക്കുക, പുതിയ ഫെർമി ലെവൽ വരയ്ക്കുന്നത് പഴയ ഇൻട്രിൻസിക്കിന്റെ മുകളിലോട്ട് വേണം വരയ്ക്കാൻ. സോ അതാണ് ഇൻവേർഷനിൽ നമ്മൾ ചെയ്യേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോങ് ഇൻവേർഷൻ ഉണ്ടായിരിക്കും, ഡെപ്ലീഷൻ തന്നെയാണ് ഇൻവേർഷൻ, ഇൻവേർഷൻ തന്നെയാണ് സ്ട്രോങ് ഇൻവേർഷൻ. വീണ്ടും ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റിൽ കൊടുക്കുന്ന പോസിറ്റീവ് വോൾട്ടേജ് VG എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് സ്ട്രോങ് ഇൻവേർഷൻ. സ്ട്രോങ് ഇൻവേർഷൻ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഡിഫറൻസ് ഡബിൾ ആകും. അതായത് പുതിയ ഫെർമിയും പഴയ ഇൻട്രിൻസിക് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണോ അത്രയും തന്നെ മുകളിലോട്ട് പോകും പുതിയ ഇൻട്രിൻസിക്കും പുതിയ ഫെർമിയും. മനസ്സിലായോ? അതായത് പുതിയ ഇൻട്രിൻസിക്കും പുതിയ ഫെർമിയും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണോ അത്രയും തന്നെ ഗ്യാപ്പ് താഴോട്ട് വരും. ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? പുതിയ ഫെർമിയും പഴയ ഇൻട്രിൻസിക്കും. അപ്പൊ ഈ ഫെർമി എന്ന് പറയുന്നത് രണ്ട് ഇൻട്രിൻസിക്കിന്റെയും മിഡിൽ പോയിന്റ് ആയിരിക്കും. രണ്ട് ഇൻട്രിൻസിക് ഏതാ? ഒന്ന് പഴയ ഇൻട്രിൻസിക്കിന്റെയും പുതിയ ഇൻട്രിൻസിക്കിന്റെയും മിഡിൽ പോയിന്റ് ആയിട്ട് പുതിയ ഫെർമി വരുന്നെങ്കിൽ ആ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇൻട്രിൻസിക്കിന്റെയും മിഡിൽ പോയിന്റ് ആയിട്ട് എന്ത് വരും? പുതിയ ഫെർമി ലെവൽ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോങ് ഇൻവേർഷനിൽ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാം, ഈ എഫ്. അപ്പം ഇതിന്റെ അല്ലാത്ത FB എന്ന പേര് കൊടുത്തിരിക്കുക. ഇവിടെ P അല്ല B ആവുന്നത്. B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു സർഫസും ഉണ്ട് ബൾക്കും ഉണ്ട്. ബൾക്ക് എന്ന് പറയുന്നത് എന്താ? സർഫസ് എന്ന് പറയുന്നത് ഈ കോണ്ടാക്റ്റിൽ വരുന്നതാണ് സർഫസ്. അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്യുന്ന എൻഡിങ് പോയിന്റ് ആണ് ബൾക്ക്. നേരത്തെ ഫിഗറിൽ നമ്മൾ ഈ P എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ കേസ് ഞാൻ ബൾക്ക്. നമ്മൾ അതിനകത്ത് ഇനി എല്ലാം യൂസ് ചെയ്യുന്ന ബൾക്ക് എന്നാണ്. ബൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ന്യൂ പൊസിഷൻ ഓഫ് ഫെർമി ലെവലാണ് ബൾക്ക് എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെല്ലാം ECB, EIB, EFB, EVB എന്ന് മാർക്ക് ചെയ്തു. പഴയ പോയിന്റ്സ് എല്ലാം സർഫസിൽ വരുന്നതിനെല്ലാം പഴയതുപോലെ തന്നെ EVS, EFS, EIS, ECS എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇൻവേർഷന്റെ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? പഴയ ഇൻട്രിൻസിക്കിന്റെയും പുതിയ ഇൻട്രിൻസിക്കിന്റെയും മിഡിൽ പോയിന്റ് ആയിട്ടായിരിക്കും പുതിയ ഫെർമി നമ്മൾ വരയ്ക്കുന്നത്. അപ്പം അതാണ് ഈ Q5S എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് സർഫസിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് Q5S. ഫെർമിയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ Q5F എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഇരട്ടിയല്ലേ ഇത്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? Q5S is equal to 2 into Q5F എന്ന് പറയാം ഇല്ലേ? ഇതിന്റെ ഇരട്ടിയല്ലേ, കാരണം മിഡിൽ പോയിന്റ് ആണ് 5. അപ്പം ഈ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും. അപ്പൊ Q5S എന്ന് പറയുന്നത് 2 into Q5F ആണ്. ഇതിൽ Qവും ക്യാൻസൽ ആയി പോയാൽ ബാക്കി എത്ര വരും? അതാണ് എഴുതിയിരിക്കുന്നത്. 5S is equal to 2πf, where 5s is the potential difference of in substrate. Substrate വരുന്ന ഡിഫറൻസ് ആണ് 5s, ഫെർമിയിൽ വരുന്ന ഡിഫറൻസ് ആണ് 5f. 5s is equal to 2πf. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് EFB മൈനസ് EIS. EFB ഏതാ? EFB എന്ന് പറയുന്നത് ഇത്. EFB മൈനസ് EIS എന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? EIB മൈനസ് EFP ആണ്. EIB ഏതാ? ഈ ഡിഫറൻസ്. അതായത് ഈ ഡിഫറൻസും സെയിം ആണെന്നാണ്. അതപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഡിഫറൻസും സെയിം ആയിരിക്കും. നമ്മൾ ഫിഗറിൽ നിന്ന് അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റേതിന്റെ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസിന്റെ ഇരട്ടിയായിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. EIB മൈനസ് EIS is equal to 2 into EIB മൈനസ് EFP. അതിന് നമുക്ക് എന്തെന്ന് പറയാം? 5s is equal to 2πf. അപ്പം സ്ട്രോങ് ഇൻവേർഷന്റെ കണ്ടീഷൻ എന്താ? സ്ട്രോങ് ഇൻവേർഷൻ കണ്ടീഷൻ ആണ്
phi s is equal to 2 phi f. Under strong inversion, the surface potential is twice the Fermi level potential. Surface potential phi s എന്ന് പറയുന്നത് twice the Fermi level potential ആയിരിക്കും സ്ട്രോങ് ഇൻവേർഷനിൽ വരുന്നത്. ഇനി അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു അതിന്റെ ക്യാര പ്ലോട്ട് ചെയ്യാം. സി വി ക്യാരി ഓഫ് ഐഡിയൽ മോസ് സിസ്റ്റം. അപ്പോൾ അതിന്റെ വർക്കിംഗ് ഓഫ് മോസ് കപ്പാസിറ്റർ വയ്ക്കുമ്പോൾ ഈ സി വി ക്യാരിയും കൂടെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ സി വി ക്യാരി എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് വേഴ്സസ് വോൾട്ടേജ് ആണ് പറയുന്നത്. അപ്പോൾ സി വി ക്യാരി നമ്മൾ വരയ്ക്കുന്നതിനകത്ത് അതിനകത്ത് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് ഓഫ് മോസ് സിസ്റ്റം വേരി വിത്ത് അപ്ലൈഡ് ബയാസ് വോൾട്ടേജ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൂട്ടുന്നതും കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ കപ്പാസിറ്റൻസ് വരും. ഏതൊക്കെ കപ്പാസിറ്റൻസ് നമ്മൾ ഇതുവരെ പറഞ്ഞു? ഓക്സൈഡ് കപ്പാസിറ്റൻസ് പറഞ്ഞു, ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ് പറഞ്ഞു. അത് രണ്ടും കൂടെ എന്തായിരിക്കും? സീരീസ് ആയിരിക്കും എന്ന് പറഞ്ഞു. When a voltage Vg is applied, a part of it drop on the oxide and the remainder is semiconductor. അപ്പോൾ നമ്മൾ Vg എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എവിടെയൊക്കെ പോകും? ഓക്സൈഡിലും കുറച്ച് വോൾട്ടേജ് പോകും, ബാക്കി വോൾട്ടേജ് അവിടെ പോകും, സെമി കണ്ടക്ടറിലും പോകും. അപ്പോൾ ഓക്സൈഡിൽ പോകുന്ന വോൾട്ടേജ് ആണ് VOX, സെമി കണ്ടക്ടറിൽ പോകുന്ന വോൾട്ടേജ് ആണ് phi s എന്ന് പറയുന്നത്. ദെൻ phi s എന്ന് പറയുന്നത് സർഫസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദി സെമി കണ്ടക്ടർ. VOX നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അപ്പം -QS ബൈ ചാർജ് ഓൺ ദി സെമി കണ്ടക്ടർ ആണ് -QS ബൈ COX. അപ്പം നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Pg is equal to -QX by COX plus phi s. ഇനി ഇതിനെന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഇക്വേഷൻ നമ്പർ 2 വിത്ത് റെസ്പെക്ട് ടു Vg. അപ്പം എങ്ങനെ എഴുതാം അതിനെ? വിത്ത് റെസ്പെക്ട് ടു Vg അല്ലേ? അപ്പം d by dVg of Vg is equal to d by dVg of -QX into COX plus d by dVg of phi s. അതായത് ഈ ഇക്വേഷനകത്ത് ഒരു d by dVg എല്ലായിടത്തും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d by dVg of Vg എത്ര? 1. ഇതിനകത്ത് -1 by COX കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്നത് എന്താ? dQs ഡിവൈഡ് ബൈ dVg പ്ലസ് d phi s ഡിവൈഡ് ബൈ dVg. ഇനി ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ചെയ്തില്ല. 1 by COX dQs ഡിവൈഡ് ബൈ dVg. ഇവിടെ ഒരു dQs കൊണ്ട് ഡിവൈഡ് ചെയ്തു, dQs കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ആക്കാൻ മതി. അപ്പോൾ ഇതിനെന്താ? d phi s ഡിവൈഡ് ബൈ dQs ഇൻറ്റു dQs ഡിവൈഡ് ബൈ dVg. അപ്പോൾ dQs ക്യാൻസൽ ആയി പോയാലും d phi s ഡിവൈഡ് ബൈ dVg പഴയ വാല്യൂ തന്നെ വരുമല്ലോ. ഇനി നമുക്ക് അറിയാം ചാർജ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്ന കപ്പാസിറ്റർ ആണെന്നറിയാം. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഈ കിടക്കുന്ന ചാർജ് ബൈ വോൾട്ടേജ് dQs ഡിവൈഡ് ബൈ dVg നമുക്ക് എന്തെന്ന് പറയും? ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇത് ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ ഇതിനെ എന്തെന്ന് പറയും? ടോട്ടൽ കപ്പാസിറ്റൻസ് C എന്ന് കൊടുക്കാം. d phi s ഡിവൈഡ് ബൈ dQs എന്ന് പറയുന്നത് എന്താ? d phi s എന്ന് പറയുന്നത് എന്താ? സർഫസ് പൊട്ടൻഷ്യൽ ആണ്. സർഫസ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? സർഫസിൽ, ആ സെമി കണ്ടക്ടറിൽ മാത്രം വരുന്ന വോൾട്ടേജ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടറിൽ മാത്രം വരുന്ന വോൾട്ടേജ് നമുക്ക് എന്താന്ന് പറയാം? അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയാം. അപ്പം dQs ഡിവൈഡ് ബൈ d phi s ചാർജ് ബൈ വോൾട്ടേജ് ആണ് കപ്പാസിറ്റൻസ്. dQs ഡിവൈഡ് ബൈ d phi s ന് എന്ത് പറയാം? CS സെമി കണ്ടക്ടർ കപ്പാസിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് എന്ത് വരും? 1. ഇവിടെ -1 by COX. അതേപോലെ dQs ഡിവൈഡ് ബൈ dVg എന്താ? C ആണ്. അപ്പോൾ -C വരും. ഇവിടെ പ്ലസ് dQs ഡിവൈഡ് ബൈ d phi s ആണ് എന്തെന്ന് പറയുന്നത്? CS. ഇവിടെ കിടക്കുന്ന d phi s ഡിവൈഡ് ബൈ dQs. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? -1 by CS എന്ന് എഴുതാം. ഇതിനെന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം? -dQs ഡിവൈഡ് ബൈ dVg എന്ന് പറയുന്നത് -C എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 is equal to മൈനസും പ്ലസ് ആകും C by COX പ്ലസ് മൈനസും പ്ലസ് ആകും C by CS. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയും? ഈ C കോമൺ ആയിട്ട് എടുക്കുന്നു, ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1 by C is equal to 1 by COX plus 1 by CS. ഓക്കെ, ഇതിൽ നിന്ന് C കണ്ടുപിടിക്കാം. LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ COX into CS plus COX plus CS. വേറെ COX is ഓക്സൈഡ് കപ്പാസിറ്റൻസ്, CS എന്ന് പറയുന്നത് സർഫസ് കപ്പാസിറ്റൻസ്. ഇനി സർഫസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിൽ വരുന്നത്. അക്യുമുലേഷനിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? CS ഇല്ല. അവിടെ ഓക്സൈഡ് കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. അക്യുമുലേഷൻ റീജിയനിൽ CS is equal to 0 ആണ്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് CS 0 ആണ്. ബാക്കി വരുന്ന എന്താ? COX മാത്രമേ ഉള്ളൂ. COX itself, CS is equal to 0. Then ഡെപ്ലീഷനിനകത്ത് എന്ത് വരും? CS വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? CD എന്ന് കൊടുക്കാം. CD എന്ന് പറയുന്നത് എന്താ? ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ് ആണ്. ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താകും? 1 by COX C is equal to COX into CD divided by COX plus CD. COX into CD divided by COX plus CS ന് പകരം CD ആകും.
അത് ഡെപ്ലീഷൻ കപ്പാസിറ്റി. അപ്പോൾ രണ്ട് രീതിയിലാണ് കപ്പാസിറ്റൻസ് വരുന്നത്. ഐഡിയൽ കേസിലുള്ള COXും അല്ലാത്ത കേസിൽ വരുന്ന CD കപ്പാസിറ്റി. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് ഇക്വേഷൻ COX × CS ഡിവൈഡ് ബൈ COX പ്ലസ് CS ആണ്. ഇനി അതിനെ ബേസ് ചെയ്ത് അതിന്റെ പ്ലോട്ട് വരയ്ക്കാം. ടോട്ടൽ കപ്പാസിറ്റൻസ് C ആണ്. അല്ലാതെ അതിനെ രണ്ട് ഡിവൈഡ് ചെയ്ത കപ്പാസിറ്റൻസ് ഏതൊക്കെയാ? ഒന്ന് COXും രണ്ടാമത്തത് CSും ആണ്. സർഫസ് കപ്പാസിറ്റൻസും ഓക്സൈഡ് കപ്പാസിറ്റൻസും. അപ്പോൾ ഇനിഷ്യലി ഏത് മാത്രമേ ഉള്ളൂ? COX. അക്യുമുലേഷനിൽ COX മാത്രമേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ഏതും കൂടെ ചേർന്ന് വരുന്നത്? ഡെപ്ലീഷൻ കപ്പാസിറ്റൻസ് കൂടെ ചേർന്നത്. അപ്പം രണ്ടും കൂടെ സീരീസ് ആയിട്ട്. അപ്പോൾ ഇനിഷ്യലി ടോട്ടൽ കപ്പാസിറ്റൻസ് കൂടുതലാണ്. രണ്ട് കപ്പാസിറ്റൻസുടെ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറഞ്ഞ് കോൺസ്റ്റന്റ് ആകുക. അതാണ് C മിനിമം എന്ന് പറയുന്നത്. ഇനിഷ്യലി COX മാത്രമേ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. CDയും കൂടെ ചേർന്ന് വരുമ്പോൾ അതിനകത്ത് സീരീസ് ആയിട്ട് ഇഫക്റ്റ് വരുമ്പോൾ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് വാല്യൂ കുറയും. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് വാല്യൂ കൂടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് വരുമ്പോൾ ഇഫക്റ്റീവ് വാല്യൂ കുറയും. അതുകൊണ്ടാണ് വാല്യൂ കുറഞ്ഞ് അവസാനം കോൺസ്റ്റന്റ് ആകുന്നത്. അതിന് നമ്മൾ ഫ്രീക്വൻസി കമ്പോണന്റ് വെച്ച് വരച്ചാൽ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ലോ ഫ്രീക്വൻസിയിൽ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആയിരിക്കും സംഭവിക്കുന്നത്. കാരണം കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി കമ്പോണന്റ്. അപ്പം കപ്പാസിറ്റൻസ് നമുക്ക് ഫ്രീക്വൻസി കമ്പോണന്റ് കൂടെ എടുക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിൽ കുറവാണെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ അത് കൂടുതലായിരിക്കും. ഇതാണ് CV ഡയഗ്രാം എന്ന് പറഞ്ഞത്. കപ്പാസിറ്റൻസ് വേഴ്സസ് ഗേറ്റ് വോൾട്ടേജ്. അതുകൊണ്ടാണ് CV ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം മോസ് കപ്പാസിറ്ററിനെ പറ്റി 10 മാർക്കിന് അല്ലെങ്കിൽ SI ആയിട്ടോ ചോദിക്കുന്നെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതാം. അതിന്റെ വർക്കിംഗ്, അക്യുമുലേഷൻ, ഡെപ്ലീഷൻ, ഇൻവേർഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ട്രോങ് ഇൻവേർഷൻ വരച്ച് ദെൻ CV ക്യാരിയും കൂടെ അതിനകത്ത് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. സോ ഇത്രയാണ് മോസ് കപ്പാസിറ്ററിനകത്ത് വരുന്നത്. ഇനി മോസ് കപ്പാസിറ്ററിന്റെ കേസിൽ ഒരു ടോപ്പിക്കുകളുണ്ട്, ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് മോസ് കപ്പാസിറ്റർ. സാധാരണ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയോണിന്റെ കേസിൽ നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് പറയുന്നത് പോലെ, കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം വോൾട്ടേജ് റിക്വയർഡ് ടു ടേൺ ഓൺ ദ ഡയോഡ് അത് പറയുന്ന പോലെ ഇവിടുത്തെ കേസിൽ എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ സ്ട്രോങ് ഇൻവേർഷൻ. സ്ട്രോങ് ഇൻവേർഷൻ പറഞ്ഞാൽ സ്ട്രോങ് ഇൻവേർഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജിനാണ് ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ ത്രെഷോൾഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഗേറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്സൈഡിലും പോകും, സെമി കണ്ടക്ടറിലും പോകും. സോ അതാണ് VG = VOX + S എന്ന് പറയുന്നത്. സ്ട്രോങ് ഇൻവേർഷൻ ആകുമ്പോൾ 5S എന്താകും? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. അണ്ടർ സ്ട്രോങ് ഇൻവേർഷൻ 5S = 2πS. സർഫസ് പൊട്ടൻഷ്യൽ = twice that of Fermi potential. അപ്പം 5S VOX + 5S ന് പകരം 2πF എന്ന് എഴുതാം അണ്ടർ സ്ട്രോങ് ഇൻവേർഷൻ. ഇനി VOXന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. VOX എന്ന് പറയുന്നത് എന്താ? ചാർജ് ബൈ കപ്പാസിറ്റൻസ് -QS ഡിവൈഡ് ബൈ COX. അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു -QX ഡിവൈഡ് ബൈ COX + 2πF. നമ്മൾ സ്ട്രോങ് ഇൻവേർഷനിൽ ടോട്ടൽ ചാർജ് നമ്മളൊരു പേര് കൊടുത്തു QDM. ആ QS തന്നെയാണ് QDM, പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. VTH = -QDM ഡിവൈഡ് ബൈ COX + 2πF. ഇനി QDMന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ ചാർജിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. -Q × NA. പി ടൈപ്പ് ആയതുകൊണ്ടാണ് NA × തിക്നെസ് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ WM. തിക്നെസ് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചു. √(ε)V0 q × 1/NA + 1/ND. ഇവിടെ ND ഇല്ല, അതുകൊണ്ട് ബാക്കി വരുന്നത് എന്താ? 2(ε)V0 / q × 1/NA. സ്ട്രോങ് ഇൻവേർഷൻ ആണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എത്ര ആയിരിക്കും? 2πF ആയിരിക്കും. 5S = 2πF എന്ന് പറഞ്ഞാൽ ആ 2πF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NDയുടെ വാല്യൂ 0 വരും. അപ്പം വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ എന്ത് വരും? √2(ε) × 2πF ഡിവൈഡ് ബൈ q × 1/NA. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 2 × 2 4 5F ഡിവൈഡ് ബൈ QNA എന്ന് വരും. അപ്പം ഇത് ഏതിന്റെ വാല്യൂ? വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? QDM = -QNA × √WM ന്റെ വാല്യൂ, വിഡ്ത്ത് ഓഫ് ഡെപ്ലീഷൻ റീജിയൻ. അതിനകത്ത് ഈ QNAയുടെ വെട്ടിക്കളയുമ്പോൾ ബാക്കി എവിടെ എന്ത് വരും? ഒരു √QNA എന്ന് വരും. അപ്പോൾ √QNA × √this എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ റൂട്ടിനകത്ത് വരും അല്ലേ? അല്ലെങ്കിൽ QNA റൂട്ടിനകത്ത് കയറ്റുമ്പോൾ എന്ത് വരും? Q² NA² എന്ന് വരും. അതിൽ ഒരു Qവും ഒരു NAയും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് എന്തൊക്കെയാ? 4(ε)5F × QNA. ഇതെല്ലാം റൂട്ടിനകത്ത്, റൂട്ടിന് വെളിയിൽ ഒരു മൈനസ് കിടപ്പുണ്ട്. സോ ഇനി എന്ന് പറയുന്നത്, അപ്പോൾ എന്തിന്റെ വാല്യൂ കിട്ടി? QDMന്റെ വാല്യൂ കിട്ടി. QDMന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടുത്തെ. അപ്പം ത്രെഷോൾഡ് വോൾട്ടേജ് എന്താവും? QDMന്റെ വാല്യൂ -√2 ഇതാണ്. അപ്പം മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി പോകും. ബാക്കി ഡിവൈഡ് ബൈ ഒരു COX + 2πF.
ഇല്ലേ, മൈനസ് മൈനസ് പ്ലസ് ആകും, ബാക്കി വരുന്നത് എന്താ 1/CoX ഇൻറ്റു റൂട്ട് ഓഫ് 4ε5f QNA + 2φf. സോ ഇതാണ് ത്രെഷോൾഡ് വോൾട്ടിന്റെ ഇക്വേഷൻ. അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് മോസ് കപ്പാസിറ്ററിന്റെ കേസിൽ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ സ്ട്രോങ് ഇൻവേർഷൻ, അതുകൊണ്ട് 5s അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, 2φf ആണ് ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ ദാറ്റ് ഓഫ് ഫെർമി പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ 2φf ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് മോസ് കപ്പാസിറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ.